നമ്മളിന്നിവിടെ ഡീറ്റെയിൽ ആയിട്ട് എസ് എസ് സിക്കും ആർ ആർ ബിക്കും പ്രിപ്പയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന കുട്ടികൾക്കായിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് പ്രോപ്പറായിട്ട് പറഞ്ഞു തരികയാണ് ചെയ്യുന്നത്. സോ എനിക്ക് ഒറ്റ റിക്വസ്റ്റ് നിങ്ങളോടുള്ളൂ, ഒരു 5 മിനിറ്റിനുള്ളിൽ ഞാനിത് കംപ്ലീറ്റ് ചെയ്തോളാം. സോ ഈ ഒരു 5 മിനിറ്റ് മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. എസ് എസ് സി ആസ്പിറൻസ് മാത്രമല്ല, ആർ ആർ ബി ആസ്പിറൻസും എസ് എസ് സിയുടെ കൂടെ ഒന്ന് മനസ്സിലാക്കുക, പ്ലസ് എസ് എസ് സി ആസ്പിറൻസ് ഒന്ന് ആർ ആർ ബിയുടെ കൂടെ ഒന്ന് മനസ്സിലാക്കുക. കാരണം നിങ്ങൾക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ പറ്റും നിങ്ങൾക്ക് ഏതൊക്കെ എക്സാം എഴുതാൻ പറ്റും എന്നുള്ളത്. കാരണം ഒരു കാര്യം പറയട്ടെ, നിങ്ങളുടെ ക്വാണ്ട് ആയിക്കോട്ടെ, ജി എസ് ആയിക്കോട്ടെ, സിലബസ് ഓൾമോസ്റ്റ് കണക്റ്റഡ് ആണ്. എസ് എസ് സി ആയിക്കോട്ടെ, ആർ ആർ ബി ആയിക്കോട്ടെ, അപ് ടു ആൻ എക്സ്റ്റെൻറ്റ് ഒരുപാട് കണക്ഷൻസ് ആക്ച്വലി ഉണ്ട്. സോ ഒന്നിരുന്ന ആൾക്കാർക്ക് മറ്റ് പല എക്സാംസ് എഴുതാൻ വേണ്ടി പറ്റും. എസ് എസ് സി ആസ്പിറൻസ് ആർ ആർ ബിയുടെ കൂടെ കാണുമോ, ആർ ആർ ബി ആസ്പിറൻസ് എസ് എസ് സിയുടെ കൂടെ കാണുമോ. ആഫ്റ്റർ ദാറ്റ് യു ക്യാൻ ഡിസൈഡ് വെദർ യു വാണ്ട് ടു ജോയിൻ ദ ബാച്ച് ഓർ നോട്ട്. ഓക്കെ, എനിവേ എസ് എസ് സിക്ക് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്കായിട്ട് നമ്മൾ ടോട്ടൽ 4 ബാച്ചസ് ആണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഒന്ന് എസ് എസ് സി സി ജി എൽ, രണ്ടാമത്തേത് എസ് എസ് സി സി എച്ച് എസ് എൽ, എം ടി എസ് ആൻഡ് ജി ഡി. ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് ഷോർട്ടായിട്ട് പറഞ്ഞുതരാം, കേൾക്കുക. എസ് എസ് സിയിൽ ടോട്ടൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന 4 ബാച്ചസ് ആണ് ഇത് 4. ഇതിൽ എസ് എസ് സി സി ജി എൽ എന്ന് വെച്ചാൽ ഡിഗ്രി ക്വാളിഫിക്കേഷൻസ് ഉള്ള ആൾക്കാർക്ക് മാത്രമേ ഈ എക്സാം അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഇത് ക്രാക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇൻകം ടാക്സ്, എക്സൈസ്, CBI പോലുള്ള അത്രയും ടോപ്പ് മോസ്റ്റ് ആയിട്ടുള്ള പല സെൻട്രൽ ഗവൺമെൻറ് ഫോഴ്സിലേക്കും ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അറ്റ് ദ സെയിം ടൈം നിങ്ങളിപ്പോൾ 12th പാസ്സാണെന്നാണെങ്കിൽ ഒരു പ്രശ്നമില്ല. ഒരു 12th പാസ്സായിട്ട് നിൽക്കുന്ന ഒരാൾക്ക് SSC CHSL അറ്റംപ്റ്റ് ചെയ്യാം, SSC CHSL അറ്റംപ്റ്റ് ചെയ്യാം. എന്നിട്ട് നിങ്ങൾക്ക് സെൻട്രൽ ഗവൺമെൻറ് പോസ്റ്റ് ആയിട്ടുള്ള ഇപ്പോൾ LDC, DO പോലുള്ള പല നല്ല റെപ്യൂട്ടഡ് ആയിട്ടുള്ള പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ജോയിൻ ചെയ്യാം. ഓക്കെ, ഇനി 10th മാത്രം പഠിച്ച് നിൽക്കുന്ന ആൾക്കാർ ആരെങ്കിലും ഉണ്ടെന്നാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്യൂച്ചർ ചേഞ്ച് ചെയ്യാൻ ഇപ്പോഴും ഒരു ഓപ്പർച്യൂണിറ്റി ഇവിടെ ഉണ്ട്. കഷ്ടപ്പെട്ടിരുന്ന് പ്രോപ്പറായിട്ട് പഠിക്കാൻ പറ്റുന്നതാണെങ്കിൽ നമ്മൾ നിങ്ങളുടെ ഒന്നിച്ചുണ്ടാവും. ബാക്കിയുള്ള കുട്ടികളുടെ റിവ്യൂസ് ഞാൻ അയച്ചുതരാം. ഒന്ന് കേട്ടതിന് ശേഷം പഠിക്കാൻ തയ്യാറാണെങ്കിൽ നമ്മൾ നിങ്ങളുടെ ഒന്നിച്ചുണ്ടാവും. SSC GD MTSന് സിലബസ് ഓൾമോസ്റ്റ് കണക്റ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ GD അറ്റൻഡ് ചെയ്യുന്ന ആൾക്കാർക്ക് MTS അറ്റൻഡ് ചെയ്യാം, MTS അറ്റൻഡ് ചെയ്യുന്ന ആൾക്കാർക്ക് GD അറ്റൻഡ് ചെയ്യാം. നന്നായിട്ട് പഠിച്ച് ഇതിലേതെങ്കിലും ഒന്ന് കിട്ടും, ലൈഫ് സെക്യൂർ ആവും. SSC GD 10th ലെവലാണ്, MTSും 10th ലെവലാണ്. ഇതിൽ MTS വെച്ചാൽ പ്യൂൺ, ക്ലർക്ക് അതുപോലത്തെ പോസ്റ്റാണ്. പക്ഷേ SSC GD ക്രാക്ക് ചെയ്താൽ നിങ്ങൾക്ക് സെൻട്രൽ ഫോഴ്സസിലേക്കുള്ള സെലക്ഷനാന്ന് വെച്ചാൽ CRPF, BSF ഇതുപോലത്തെ ടോപ്പ് മോസ്റ്റ് ആയിട്ടുള്ള സെൻട്രൽ ഗവൺമെൻറ് ഫോഴ്സിലേക്കുള്ള സെലക്ഷനാണ് GD ത്രൂ ഉണ്ടാവുക. ഇതിൽ ഞാനൊരു കാര്യം പറയട്ടെ, ഇനി ഞാൻ പറയാൻ പോകുന്നത് ശ്രദ്ധിച്ചേക്കുക. ഇതിൽ SSC CGL ഡിഗ്രി ലെവൽ എക്സാമാണ്. ഇതിന് വേണ്ടി പ്രിപ്പയർ ചെയ്താൽ ഇപ്പോൾ നിങ്ങൾക്കൊരു ഡിഗ്രി ഉണ്ടെന്നാണെങ്കിൽ, ഇപ്പോൾ ഇതിന് വേണ്ടി നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ടെന്നാണെങ്കിൽ CHSL, MTS, GD ബാക്കിയുള്ള 3 നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം. കാരണം CGL എന്ന് വെച്ചാൽ ഏറ്റവും കമ്പാരിറ്റീവ്ലി ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ഒരു എക്സാമാണ്. അതിൻ്റെ സിലബസ് കുറച്ചൊന്ന് കോംപ്രഹെൻസീവ്ലി ഗോ ത്രൂ ചെയ്താൽ ഇത് 3 നിങ്ങളെ കൊണ്ട് ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഓൾമോസ്റ്റ് അപ് ടു എൻ എക്സ്റ്റെൻറ്റ് പറ്റും. അറ്റ് ദ സെയിം ടൈം നിങ്ങളിപ്പോൾ പ്രിപ്പയർ ചെയ്യുന്നത് SSC CHSL ആണെന്ന് വിചാരിച്ചോ. 12th ലെവൽ CHSL പ്രിപ്പയർ ചെയ്താൽ നിങ്ങൾക്ക് GDയും ക്രാക്ക് ചെയ്യാം, MTSും ക്രാക്ക് ചെയ്യാം. കാരണം 12th ലെവൽ എക്സാമിന് പ്രിപ്പയർ ചെയ്ത് 10th ലെവൽ എക്സാം എന്തായാലും ക്രാക്ക് ചെയ്യാൻ പറ്റുമല്ലോ. അത്രയേ ഉള്ളൂ. മീൻസ് ഇതിൻ്റെ എല്ലാത്തിനും സിലബസ് ഓൾമോസ്റ്റ് കണക്റ്റഡ് ആണ്. ക്വാണ്ട് ആയിക്കോട്ടെ, ജനറൽ അവയർനെസ് ആയിക്കോട്ടെ, റീസണിങ് ആയിക്കോട്ടെ, ഇതിൻ്റെ സിലബസ് ഓൾമോസ്റ്റ് കണക്റ്റഡ് ആണ്. കോംപ്ലെക്സിറ്റിയിൽ മാത്രമേ ഡിഫറൻസ് ഉള്ളൂ. കോംപ്ലെക്സിറ്റി എന്ന് വെച്ചാൽ ആ ഒരു ടഫ്നെസ് ഉണ്ടല്ലോ, അതിൽ ഡിഫറൻസ് ഉള്ളൂ. സോ ഡിഗ്രി ലെവൽ CGLനെ പ്രിപ്പയർ ചെയ്താൽ 12th 10th ലെവൽ എക്സാം ക്രാക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. മനസ്സിലായല്ലോ. അറ്റ് ദ സെയിം ടൈം ഇപ്പോൾ നിങ്ങൾ 12th ലെവൽ CHSLന് പ്രിപ്പയർ ചെയ്താൽ 10th ലെവൽ GD MTS ക്രാക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ഇതിൽ GDക്ക് ഫിസിക്കൽ ടെസ്റ്റ് ആക്ച്വലി ഒന്ന് അഡീഷണൽ ആയിട്ട് വരുന്നുണ്ട്. അതും കൂടെ ഒന്ന് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് ഈ 4-ൽ ഏതെങ്കിലും ഒരു സർവീസിലേക്ക് പ്രോപ്പറായി പഠിച്ച് കയറാൻ പറ്റും എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. നമ്മൾ നിങ്ങളുടെ ഒന്നിച്ച് തന്നെ ത്രൂ ഔട്ട് ദ പ്രിപ്പറേഷൻ ഫേസ് ഉണ്ടാവും. നിങ്ങൾ പ്രോപ്പറായിട്ട് ഡെഡിക്കേറ്റഡ്ലി പഠിക്കാൻ തയ്യാറാണെങ്കിൽ വിൽ ബി ദെയർ ഫോർ യു. ക്ലിയർ. ഇതിൽ CGLന് പ്രിപ്പയർ ചെയ്താൽ ബാക്കി 3 നിങ്ങൾക്ക് അറ്റംപ്റ്റ് ചെയ്യാം. CHSLന് പ്രിപ്പയർ ചെയ്താൽ ബാക്കി 2 അറ്റംപ്റ്റ് ചെയ്യാം. ആൻഡ് GD MTSന് ഏതെങ്കിലും ഒന്നിന് പ്രിപ്പയർ ചെയ്താലും 2 അറ്റംപ്റ്റ് ചെയ്യാം. ആൻഡ് ടോപ്പ് മോസ്റ്റ് ആയിട്ടുള്ള സെൻട്രൽ ഗവൺമെൻറ് ഫോഴ്സിലേക്കുള്ള സെലക്ഷനാണ്. തമാശയല്ല. പഠിക്കാൻ തയ്യാറാണെന്നാണെങ്കിൽ ഇപ്പോൾ 10th ക്വാളിഫിക്കേഷനിലോ 12th ക്വാളിഫിക്കേഷനിലോ ഡിഗ്രി ചെയ്തിട്ടുള്ളൂ, നോ മാറ്റർ വാട്ട്, നമ്മൾ നിങ്ങളുടെ ഒന്നിച്ച് ത്രൂ ഔട്ട് ദ പ്രിപ്പറേഷൻ ഫേസ് ഉണ്ടാവും. പഠിക്കാൻ പറ്റും എന്നാണെങ്കിൽ, നിങ്ങളെക്കൊണ്ട് ഡെഡിക്കേറ്റഡ്ലി ഇരുന്ന് പഠിക്കാൻ പറ്റുന്നതാണെങ്കിൽ നിങ്ങളുടെ ഫ്യൂച്ചർ ചേഞ്ച് ചെയ്യാൻ ഇപ്പോഴും ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങളുടെ കയ്യിലുണ്ട്. ഈ ഡു ഓർ ഡൈ സിറ്റുവേഷനൊക്കെ ലൈഫിലൊരു പോയിന്റിൽ വരും. ആ സിറ്റുവേഷനിൽ ഡു ഓർ ഡൈ സിറ്റുവേഷനിൽ ഇരുന്ന് കഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ലൈഫ് നിങ്ങൾക്ക് സെക്യൂർ ചെയ്യാം. അറ്റ് ദ സെയിം ടൈം ഇപ്പോഴും പഴയ പോലെ തന്നെ മുമ്പോട്ടേക്ക് പ്രോപ്പറായിട്ട് ഡിസിപ്ലിൻഡ് ആവാണ്ട് ഹാർഡ് വർക്ക് ചെയ്യാണ്ട് പോയി കഴിഞ്ഞാൽ സോ യു ആർ ഗോയിങ് ടു സഫർ. സോ യു ക്യാൻ മേക്ക് ദി ചോയ്സ്
സോ നമ്മൾ നിങ്ങളുടെ ഒന്നിച്ചിട്ടുണ്ടാവും. പ്ലസ് ഒരു 2 month ആയിട്ട് നമ്മൾ ഏറ്റവും അടുത്ത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള 2 month മുമ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ബാച്ചിൽ 110ഓളം സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു SSC ബാച്ചിൽ. അതിൻ്റെ പല കുട്ടികളുടെ റിവ്യൂസ് ഞാൻ പേഴ്സണലി അയച്ചുതരാം. ആ കുട്ടികളൊക്കെ എത്ര നന്നായിട്ട് പഠിക്കുന്നുണ്ടെന്ന് അത് കേട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. സോ SSCക്ക് പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് ഇതിലേക്ക് ഏത് ബാച്ച് വേണമെങ്കിലും ചൂസ് ചെയ്യാം. ഏതെങ്കിലും ഒരു ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുന്ന കുട്ടികൾക്ക് മന്ത്ലി 499 ആണ് ഫീസ് ഉണ്ടാവുക. 499 റുപ്പീസാണ് മന്ത്ലി ഫീസ് ഉണ്ടാവുക. ഏതെങ്കിലും ഒരു ബാച്ച് നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. ക്ലിയർ ആണല്ലോ? ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്യാം. 499 റുപ്പീസ് ആയിരിക്കും നിങ്ങൾക്ക് മന്ത്ലി എന്തുണ്ടാവുക, ഫീസ് ഉണ്ടാവുക. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി എക്സാം എപ്പോഴാണ് വരുന്നതെന്ന് കൂടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതുകൂടെ പറഞ്ഞു തന്നിട്ട് നമുക്ക് RRBയിലേക്ക് പോവാം. എക്സാം SSC, CGL, MTS, CHSL, GD. ഇതിൽ CGLൻ്റെ എക്സാം ഇപ്പോൾ സത്യം പറയുകയാണെങ്കിൽ ഈ വരാൻ പോകുന്ന അടുത്ത മാസം ഓഗസ്റ്റ് 8 തൊട്ട് 18 വരെയാണ് CGLൻ്റെ എക്സാം ഉണ്ടാവുക. സോ നമ്മൾ ഇതിൻ്റെ 1 month നീണ്ടു നിൽക്കുന്ന ബാച്ചൊന്നും പ്രൊവൈഡ് ചെയ്യുന്നില്ല. കാരണം ഒരു മാസം കൊണ്ട് CGLൻ്റെ സിലബസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് 2025 അടുത്ത മാസം നടക്കാൻ പോകുന്ന CGLൻ്റെ എക്സാമിനുള്ള കോച്ചിങ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നില്ല. സോ ഇത് കംപ്ലീറ്റ്ലി ഒന്ന് കട്ട് ചെയ്യുക. അടുത്ത മാസം നടക്കാൻ പോകുന്ന CGL എന്തായാലും ഒരു മാസം കൊണ്ട് നിങ്ങളെ കൊണ്ട് ക്രാക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം ജൂലൈ 20 നമ്മൾ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. ജൂലൈ 20 തൊട്ട് ഓഗസ്റ്റ് 8 മൊത്തം ഒരു മാസം പോലും സമയമില്ല. 10-20 ദിവസം കൊണ്ട് എന്തായാലും സിലബസ് കവർ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ SSC CGL 2026 അടുത്ത വർഷം നടക്കാൻ പോകുന്ന 1 year നീണ്ടു നിൽക്കുന്ന ബാച്ചാണ് നിങ്ങൾക്കായിട്ട് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. മന്ത്ലി 499 റുപ്പീസ് ആയിരിക്കും ഫീസ് ഉണ്ടാവുക. അടുത്ത വർഷം ഏകദേശം ജൂലൈ ഓഗസ്റ്റിലേക്ക് എക്സാം ഉണ്ടാവുക. ഒരു വർഷം ത്രൂ ഔട്ട് ദ പ്രിപ്പറേഷൻ ഫേസ് നമ്മൾ നിങ്ങളുടെ ഒന്നിച്ചുണ്ടാവും. ഇൻ വിച്ച് 6 monthനുള്ളിലായിട്ട് നമ്മൾ 100% സിലബസ് കവർ ചെയ്യും. ബാക്കിയുള്ള റിമൈനിങ് 6 month നമ്മൾ നിങ്ങളുടെ ഒന്നിച്ച് ഡെയിലി റിവിഷൻ പ്ലസ് ഡെയിലി എക്സാംസ് ആയിട്ട് നിങ്ങളുടെ ഒന്നിച്ച് നമ്മൾ ഉണ്ടാവും. ഇനി MTS നോക്കുകയാണെങ്കിൽ സെപ്റ്റംബറിലാണ് CHSലും MTS ഉണ്ടാവുക. ഇതിൻ്റെ ക്രാഷ് കോഴ്സ് അവൈലബിൾ ആണ്. 2 month നീണ്ടു നിൽക്കുന്ന ക്രാഷ് കോഴ്സ് അവൈലബിൾ ആണ്. 499 റുപ്പീസ് ആ മന്ത്ലി ഫീസ് ഉണ്ടാവുക. പക്ഷേ ക്രാഷ് കോഴ്സിലേക്ക് അത്യാവശ്യം ബേസിക് നോളജ് ഉള്ള ആൾക്കാർ മാത്രം ജോയിൻ ചെയ്യുക. ബേസിക് നോളജ് ഒന്നും ഇല്ലാതെ 0 സ്റ്റാർട്ട് ചെയ്യുന്ന ആൾക്കാർ ഇതിലേക്ക് 2ലേക്കും ജോയിൻ ചെയ്യാതെ 2026 അടുത്ത വർഷം അറ്റൻഡ് ചെയ്യാൻ പോകുന്ന 1 year നീണ്ടു നിൽക്കുന്ന ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. കാരണം അബ്സല്യൂട്ട്ലി 0 സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ 100% സിലബസ് പ്രോപ്പറായിട്ട് 6 monthൽ കവർ ചെയ്ത് നെക്സ്റ്റ് 6 month നമ്മൾ ഡെയിലി റിവിഷൻ ഡെയിലി എക്സാംസ് കണ്ടക്ട് ചെയ്യുന്ന ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ബാച്ചാണ് 2026 നടക്കാൻ പോകുന്ന MTS, CHSL, CGLൻ്റെ ബാച്ചസ്. എന്ന് വെച്ചാൽ അബ്സല്യൂട്ട്ലി 0 ബേസിക്സ് NCERT ടെക്സ്റ്റൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് 100% സിലബസ് പ്രോപ്പറായിട്ട് കവർ ചെയ്യാൻ പോകുന്ന ബാച്ചസാണ് 2026 നടക്കാൻ പോകുന്ന CGL, MTS, CHSL. സോ താല്പര്യം ഉണ്ടെങ്കിൽ പ്രോപ്പർ എക്സാം ക്ലിയർ ചെയ്യണമെന്നുള്ള അൾട്ടിമേറ്റ് എയിം ഉണ്ടെന്നാണെങ്കിൽ 1 year നീണ്ടു നിൽക്കുന്ന ബാച്ചസിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. 499 per month ഫീസ് ആയിരിക്കും. ഇനി അതല്ല നിങ്ങൾക്ക് MTSൻ്റെയും CHSലിൻ്റെയും ക്രാഷ് കോഴ്സ് വേണം, ബേസിക് നോളജ് ഉണ്ടെങ്കിൽ ക്രാഷ് കോഴ്സ് അവൈലബിൾ ആണ്, പറഞ്ഞാൽ മതി. ഓക്കെ. ഇനി GD നടക്കാൻ പോകുന്നത് എപ്പോഴാണെന്നറിയോ? ജാനുവരി അല്ലെങ്കിൽ ഫെബ്രുവരിയിൽ നടക്കാൻ പോകുന്നത് 2026. നമ്മുടെ കയ്യിൽ റഫ്ലി 6 to 7 month ഉണ്ട്, ധാരാളമാണ്. ഞാൻ പറഞ്ഞല്ലോ 6 month ആണ് നമുക്ക് സിലബസ് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് വേണ്ടത്. സോ 6 to 7 month ഉണ്ട്. ഇതിനുള്ള പ്രോപ്പറായിട്ടുള്ള ബാച്ച് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. സോ 6 to 7 month കൊണ്ട് സിലബസും കംപ്ലീറ്റ് ചെയ്യും. നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് എക്സാമിന് മോക്ക് ടെസ്റ്റ് ഒക്കെ അറ്റൻഡ് ചെയ്തിട്ട് സെറ്റായിട്ട് എക്സാമിന് പോകാവുന്നതാണ്. സോ ഇതിൻ്റെ 4ൻ്റെയും ബാച്ച് അവൈലബിൾ ആണ്. സോ MTSൻ്റെയും CHSലിൻ്റെയും മാത്രമേ ക്രാഷ് കോഴ്സ് ഉള്ളൂ. ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്യുന്ന ആൾക്കാർ ബേസിക് നോളജ് ഉണ്ടെങ്കിൽ മാത്രം ജോയിൻ ചെയ്യുക. 0 സ്റ്റാർട്ട് ചെയ്യുന്ന ആൾക്കാർ CGL ആയിക്കോട്ടെ, MTS ആയിക്കോട്ടെ, CHSL ആയിക്കോട്ടെ, GD ആയിക്കോട്ടെ. ഇതിൽ GD 6 month നീണ്ടു നിൽക്കുന്ന ബാച്ചാണ്. എക്സാം ജാനുവരിയിലാണ് വരിക. CGL, MTS, CHSL 1 year ബാച്ച് മാക്സിമം ചൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ. ആൻഡ് GD ഒബ്വിയസ്ലി വരാൻ പോകുന്ന 6 month നീണ്ടു നിൽക്കുന്ന ബാച്ച് ചൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. സോ ദിസ് ഈസ് ഓൾ അബൌട്ട് SSC എക്സാം. 499 ആയിരിക്കും മന്ത്ലി ഫീസ് ഉണ്ടാവും. ഇനി നമുക്ക് RRBയിലേക്ക് പോവാം. RRB, NTPC ആൻഡ് ഗ്രൂപ്പ് D എക്സാമിനെ കുറിച്ചിട്ട് ഞാൻ ഷോർട്ടായിട്ട് പറഞ്ഞുതരാം. RRB NTPC വെച്ചാൽ നോൺ ടെക്നിക്കൽ പോപ്പുലർ കാറ്റഗറി സച്ച് ആസ് ക്ലർക്ക്, സ്റ്റേഷൻ മാസ്റ്റർ ആൻഡ് ഗുഡ്സ് ഗാർഡ് ഇതൊക്കെയാണ്. സോ റെയിൽവേസിലേക്കുള്ള സെലക്ഷനാണ് RRB ത്രൂ ഉണ്ടാവുക. ഇതിൽ സ്റ്റേഷൻ മാസ്റ്റർ, ഗുഡ്സ് ഗാർഡ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളതൊക്കെ NTPCയിൽ വരുന്നതാണ്. ഗ്രൂപ്പ് Dയിൽ വരുന്നത് ട്രാക്ക് മെയിൻ്റനൻസ്, റെയിൽവേ ട്രാക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്ന ആൾക്കാർ, ഹെൽപ്പേഴ്സും അസിസ്റ്റൻറ്റ് പോയിൻറ്റ്സ്മെനും ഒക്കെയാണ് ആക്ച്വലി. ഓക്കെ. എലിജിബിലിറ്റി നോക്കുകയാണെങ്കിൽ RRB NTPC എന്ന് വെച്ചാൽ 18 തൊട്ട് 30 വയസ്സ് വരെ അറ്റംപ്റ്റ് ചെയ്യാം. എന്ന് വെച്ചാൽ അണ്ടർ ഗ്രാജുവേറ്റ് 12th ലെവൽ പോസ്റ്റിനെ കുറിച്ചാണ് പറയുന്നത്. 18 തൊട്ട് 30 വരെ അറ്റംപ്റ്റ് ചെയ്യാം. ഗ്രാജുവേറ്റ് ഡിഗ്രി ഉള്ള ആൾക്കാർക്ക് 33 വരെ അറ്റംപ്റ്റ് ചെയ്യാം. ആൻഡ് ഗ്രൂപ്പ് Dനെ കുറിച്ച് പറയുകയാണെങ്കിൽ 18 തൊട്ട് 33 വരെയാണ് ഏജ് ലിമിറ്റ് വരുന്നത്. പിന്നെ OBC 3 വർഷം, SC 5 വർഷം ഏജ് റിലാക്സേഷൻ അവൈലബിൾ ആണ്. പിന്നെ എലിജിബിലിറ്റി ഞാൻ പറഞ്ഞില്ല, NTPCയിൽ ഡിഗ്രി ലെവൽ എക്സാം ഉണ്ട്, 12th ലെവൽ എക്സാം ഉണ്ട്. 12th ലെവൽ എക്സാമിൽ
ടൈപ്പിങ്ങും അതുപോലെ ക്ലറിക്കൽ ആക്ച്വലി അങ്ങനെയാണ് വരുന്നത്. പക്ഷേ ഡിഗ്രി ലെവലാണെങ്കിൽ സ്റ്റേഷൻ മാസ്റ്റർ, ഗുഡ്സ് ഗാർഡ് എന്നൊക്കെ പറഞ്ഞാൽ നല്ല നല്ല പോസ്റ്റ് അവൈലബിൾ ആണ്. ഗ്രൂപ്പ് ഡി എന്ന് വെച്ചാൽ 10th അല്ലെങ്കിൽ IT ഉണ്ട് എന്നാണെങ്കിൽ നിങ്ങൾക്ക് എക്സാം അറ്റംപ്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അടുത്തത് സെലക്ഷൻ പ്രൊസീജിയേഴ്സ് ആണ്. NTPC വെച്ചാൽ പ്രിലിംസ്, മെയിൻസ് ആൻഡ് ടൈപ്പിംഗ് സ്കിൽ ടെസ്റ്റ്, അവസാനം ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ. ഗ്രൂപ്പ് ഡി ആണെങ്കിൽ പ്രിലിംസ്, പിന്നെ ഫിസിക്കൽ ടെസ്റ്റ്, പിന്നെ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ. സെൻട്രൽ ഗവൺമെൻറ് ജോബാണ്, ലൈഫ് ടൈം ജോബ് സെക്യൂരിറ്റി ഉണ്ട്, നല്ല സാലറി അലവൻസ് ഉണ്ട്, പ്രൊമോഷൻ പെൻഷൻസ് ഉണ്ട്, വർക്ക് ലൈഫ് ബാലൻസ് ചെയ്യാൻ വേണ്ടി പഠിക്കും. നമ്മൾ 100% സിലബസ് കവർ ചെയ്യും. വീക്ക്ലി ടെസ്റ്റ് ഉണ്ടാവും. മലയാളത്തിൽ നോട്ട്സ് ഉണ്ടാവില്ല, ഇംഗ്ലീഷിലാണ് നോട്ട്സ് ഉണ്ടാവുക. ഞാൻ പറയാൻ മറന്നുപോയി, SSC ആയിക്കോട്ടെ RRB ആയിക്കോട്ടെ, ഇംഗ്ലീഷിൽ എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ പോകുന്ന കുട്ടികൾക്കാണ് ബാച്ചസ് ഉണ്ടാവുക. നമ്മൾ നോട്ട്സ് ഒക്കെ എന്തിലായിരിക്കും ഉണ്ടാവുക? ഇംഗ്ലീഷിലായിരിക്കും ഉണ്ടാവുക. ലൈവ് ക്ലാസ് ഉണ്ടാവില്ല, കാരണം ബാച്ചിലുള്ളത് മൊത്തം വർക്കിംഗ് പ്രൊഫഷണൽസ്, എല്ലാവരും വർക്ക് ചെയ്യുന്ന ആൾക്കാർ, അതുകൊണ്ട് ലൈവ് പോസിബിൾ അല്ല. സോ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് പ്രീ റെക്കോർഡഡ് ക്ലാസ്സസ് ആയിരിക്കും. സോ ഡെയിലി നമ്മൾ റെക്കോർഡഡ് ക്ലാസ് പ്രൊവൈഡ് ചെയ്യും. ഡെയിലി ഒരു ടൈമിൽ, ഡെയിലി 7:30 PM അല്ലെങ്കിൽ 6:30 PM നമ്മൾ ഡെയിലി എന്ത് ചെയ്യും? റെക്കോർഡഡ് ക്ലാസ് പ്രൊവൈഡ് ചെയ്യും. നമ്മൾ ഡെയിലി റെക്കോർഡഡ് ക്ലാസ്സസ് ആയിരിക്കും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുക. ഓക്കെ, സോ ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസ് ഉണ്ടാവും ആൻഡ് മോട്ടിവേഷൻ സപ്പോർട്ട് ത്രൂ ഔട്ട് ദ പ്രിപ്പറേഷൻ ഫേസ് ഉണ്ടാവും. ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഇതിലേതിലേക്കാച്ച ഫീ പേ ചെയ്തിട്ട് ജോയിൻ ചെയ്യാവുന്നതാണ്. ലെറ്റ് മീ നോ ആസ് സൂൺ ആസ് പോസിബിൾ. ഓക്കെ.